ആത്മബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം. നമ്മുടെ ജീവിതം അത്യന്തം സുന്ദരമാണ്. അതിദിവ്യമായ ശരീരം, ഈ ശരീരത്തിൻ്റെ നിലനിൽപ്പിന് ആവശ്യമായ വസ്തുതകളെല്ലാം ഈ പ്രകൃതി വിഭവങ്ങൾ നമുക്ക് സൗജന്യമായി തന്നിരിക്കുന്നു. വായു, ജലം ഇവയില്ലാതെ ജീവൻ ഇവിടെ നിലനിൽപ്പില്ല. ആ വായുവും ജലവും നമുക്ക് ഒരു ചിലവുമില്ലാതെ ഈശ്വരൻ സൗജന്യമായി ഇവിടെ യഥേഷ്ടം എടുത്തുപയോഗിക്കാൻ പറ്റുന്ന വിധത്തിൽ സൃഷ്ടിച്ചിരിക്കുന്നു. അതിനാൽ ഇതെല്ലാം കണ്ട് ആസ്വദിച്ച് ആ ദൈവത്തിൻ്റെ മഹിമയെക്കുറിച്ച് നാം അത്ഭുതപ്പെടുക എന്നല്ലാതെ മറ്റൊന്നും തന്നെ ഇവിടെ ചെയ്യേണ്ടതായിട്ടില്ല. അതുകൊണ്ട് കവി പറയുന്നു, ജീവിത സൗന്ദര്യസാരം നേരിൽ ജീവിച്ചറിയായിലാരും ക്ലാവിച്ചു കാന്തി കെട്ടാരോരുമോരാതെ ആധാരമേലാതെ പോവും. നമ്മുടെ ജീവിതം ഇത് ഒക്കെ മനസ്സിലാക്കാതെ നാം ജീവിച്ചാൽ ആരും അറിയാതെ, ഈ ജീവിതത്തിൻ്റെ മഹത്വത്തെക്കുറിച്ചറിയാതെ നാം ഇവിടെ നിന്ന് പോകേണ്ടതായി വരുന്നു. ഇവിടെ അധിക കാലം നമുക്കില്ല. ഇതൊരു ഒഴുക്കാണ്. ജീവിതം ഒരു നദി പോലെയുള്ള ഒരു ഒഴുക്കാണ്. നാം എല്ലാം ആ ഒഴുക്കിൽപ്പെട്ട് ഒഴുകിക്കൊണ്ടേ ഇരിക്കുന്നു. എങ്ങോട്ട്? ഈ ദേഹം നാശത്തിലേക്ക്. ദേഹം നശിക്കും. അതിനൊരു കാലാവധിയുണ്ട്. ആ കാലം കഴിഞ്ഞാൽ ദേഹം ജീർണിച്ച് ഇവിടെ വീണു പോകുന്നതുമാണ്. അതിനാൽ ഏറ്റവും സുന്ദരമാണ് നമ്മുടെ ജീവിതം. അതേറ്റവും സാരവത്തായതുമാണ്. ഇത് മനസ്സിലാക്കി ഇതിലിരുന്ന് അറിയേണ്ടതിനെ അറിയുകയും നേടേണ്ടതിനെ നേടുകയും ചെയ്യാതെ ജീവിച്ചാൽ ക്ലാവിച്ചു കാന്തി കെട്ടാരോരും ഓരാതെ. ക്ലാവിച്ച് എന്ന് പറഞ്ഞാൽ ഒന്നിനും പറ്റാതെ, ക്ലാവിച്ച് കാന്തി കെട്ട്. കാന്തി എന്ന് പറഞ്ഞാൽ അതിൻ്റെ മനോഹാരിതയെല്ലാം നഷ്ടപ്പെട്ട് ആരും അറിയാതെ നാം ആധാരമേലാതെ പോകും. നമുക്ക് ആധാരമായിരിക്കുന്നത് എന്തോ അതിനെക്കുറിച്ച് ഒന്നും അറിയാതെ നാം നിസാരന്മാരായി ഇവിടെ നിന്നും പോകേണ്ടതായി വരുന്നു. ഈ അവസ്ഥ വരാതിരിക്കണമെങ്കിൽ നാം നമ്മുടെ ജീവിതത്തിൻ്റെ മഹത്വമറിയണം. ആ മഹത്വമേറിയ സമയത്തെയും അവസരത്തെയും നമ്മൾ വേണ്ടതുപോലെ വിനിയോഗിക്കണം. അങ്ങനെ വിനിയോഗിച്ചാൽ മാത്രമേ നമുക്ക് ജീവിതസാരം എന്തെന്ന് മനസ്സിലാവുകയുള്ളൂ. ജീവിതം അത്യന്തം സുന്ദരമാണ്, അത് സാരവുമാണ്. അത് ജീവിച്ച് അനുഭവിച്ച് തീരേണ്ടതുമാണ്. അതിനു പകരം ഇതിനെക്കുറിച്ച് ഒന്നും അറിയാതെ വെറുതെ അവലാതിപ്പെട്ടും ദുഃഖിച്ചും പരാതി പറഞ്ഞും മത്സരിച്ചും പ്രതികാര ബുദ്ധിയോടുകൂടിയാണ് ജീവിക്കുന്നതെങ്കിൽ നാം നിത്യദുഃഖികളായി മാത്രമാണ്. പിന്നീട് ഈ ദേഹമാകുന്ന ഗേഹം പോലും നമുക്ക് കിട്ടിയെന്ന് വരില്ല. അതിനാൽ കിട്ടിയിരിക്കുന്ന ഈ അവസരത്തെ നമ്മൾ വേണ്ട മാതിരി ഉപയോഗിച്ചില്ലെങ്കിൽ ഇത് ക്ലാവിച്ച് കാന്തി നഷ്ടപ്പെട്ട് വെറും നിസാര വസ്തുവായി മാറുന്നതാണ്. ജീവിതം സൗന്ദര്യസാരം നേരിൽ ജീവിച്ചറിയായിലാരും. ശരിയായ വിധത്തിൽ ഇത് ജീവിച്ച് അറിയുന്നില്ലെങ്കിൽ എല്ലാവരുടെയും ജീവിതം ക്ലാവിച്ചു കാന്തി കെട്ടാരോരുമോരാതെ ആധാരമേലാതെ പോകും. എത്ര വാസ്തവമാണ് ആ പറഞ്ഞത്. അതുകൊണ്ട് ഇത് വീണ്ടും വീണ്ടും നമ്മൾ വായിച്ച് മനസ്സിലാക്കി മനനം ചെയ്ത് നമ്മുടെ സമയത്തെ അർത്ഥവത്താക്കി തീർക്കേണ്ടതാണ്. ജീവിത സൗന്ദര്യസാരം നേരിൽ ജീവിച്ചറിയായിലാരും ക്ലാവിച്ചു കാന്തി കെട്ടാരോരുമോരാതെ ആധാരമേലാതെ പോകും.